ഇത് അപർണ. SH കോളേജിൽ വെച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടിയ എൻ്റെ ഫ്രണ്ടാണ് അപർണ. ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് വീക്കെൻഡ്സിലൊക്കെ ഞാൻ അപർണയുടെ വീട്ടിലായിരുന്നു. ഫുൾ ടൈം ഇവിടെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉള്ളതാണ് ഇവിടെ. വേറെ പൂച്ചയെ കാണിച്ചു തരും, മാളുവിനെ കാണിച്ചു തരും. ഇല്ല ഇല്ല എവിടെ അപർണ ഫസ്റ്റ് ടൈം അല്ല നാരായണിയെ കാണുന്നത്. അവൾക്കൊരു 5 months ഉണ്ടായിരുന്നു. അപ്പം അപർണയും അപർണയുടെ ഹസ്ബൻഡും കൂടെ ട്രിവാൻഡ്രത്ത് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. ഞാൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 2 years കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ തിരിച്ചു വന്നത്. എന്നാ ഇഷ്ടമായോ? കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റി പറഞ്ഞേ. ഈ നാരായണിയായിട്ട് വഴക്കുണ്ടാക്കുന്നത് അർജുൻ. ഞങ്ങളൊക്കെ ഒരു ക്ലാസ്സിലായിരുന്നു. ഇവൻ അറിയപ്പെടുന്നത് മജ്ജാൻ എന്നാണ്. എന്നെ ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന എങ്ങനെ? എന്നെ ക്യൂട്ടാവുന്നത് എങ്ങനെ? ക്യൂട്ടാവുന്നേ നീ നിന്നൊക്കെ അമ്മ നിക്ക വീട്ടിലെ ആന അതുവഴി വരാൻ മോളുടെ പേര് ഓർമ്മടുത്തേ. നാരായണി നാരായണിയുടെ ശരിക്കും പേരെന്താ? അവൻ റിയൽ നെയിം നാരായണി നല്ലാന്ന് വിചാരിച്ചു. 2 വർഷമായി. അത് അഖിലാണ്. അവിചാരിതമായി എൻ്റെ ഹസ്ബൻഡിന്റെ പേരും അപർണയുടെ ഹസ്ബൻഡിന്റെ പേരും അഖിലാണ്. ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിരുന്നു നമുക്ക്. അപ്പൊ അപ്പു എവിടെ? മജ്ജൻ എവിടെ ചോദിക്കോ? ഇല്ല, അവൾ മനഃപൂർവ്വം തിരിയാത്തത്. മജ്ജൻ എവിടെ? അയ്യോ എന്നാ കരയുന്നു നോക്കിയ. അയ്യോ പാവം ഒന്ന് പറഞ്ഞേ. വിഷമായോ? ചിക്കൻ വേണോ? കയ്യിൽ കൊണ്ടില്ലേ? അമ്മ എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ കുറേ ചെടികളുമായിട്ടേ വരാറുള്ളൂ. അപർണയുടെ വീടും വെറുതെ വിട്ടില്ല. ചേമ്പിൻ്റെയൊക്കെ തൈയായിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ അങ്കിളും ആൻറ്റിയും അതൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, അതൊക്കെ എടുത്തു കൊടുത്ത്. ഹലോ, ഇത് വിവേക്. വിവേക് കൊച്ചിയിലെ വലിയ പുള്ളിയാണ്. ഇവൻ ഫസ്റ്റ് ടൈമാണ് നാരായണിയെ കാണുന്നത്.
ഞാനും ഒരു 2 years ആയി കണ്ടിട്ട് ഇവനെ. നോക്ക് അവളെങ്ങനെ താങ്ക് യു പറഞ്ഞ താങ്ക് യു പറഞ്ഞ കൊടുക്കാട്ടുണ്ട് എന്നെ അടി കൊടുത്തല്ലേ? പോണോ ഗുരുവായൂർക്ക് പോണോ? ഹായ് പറഞ്ഞ ഇനി നമുക്ക് അടുത്ത ഫ്രണ്ടിനെ കാണാൻ പോവാമോ? എക്സൈറ്റഡ്? നോ. Why? Turn left onto National Highway 66. എന്താ എക്സൈറ്റഡ് അല്ലാത്ത? മടുത്താ നീ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട്? എടാ കള്ള, എടാ കള്ള. In 500 meters, ഇത് അബിൻ ആൻഡ് നിഷോയ്. ഇവരൊരു കോംബോ പോലെയാണ്. കോളേജിൽ പഠിക്കുമ്പോഴും ഇവർ ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ ഒരുമിച്ചാണ് ഇവർ ജോലിയും ചെയ്യുന്നത്. അതാ നിഷോയ്. ഒരു ഷേക്ക് ഹാൻഡ് എടുത്തോ? എന്താ എന്താ ഭയങ്കര സന്തോഷം. എനിക്ക് നെക്സ്റ്റ് ഞാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ കല്യാണിയുടെ വീട്ടിലാണ്. ഞാൻ, കല്യാണി, അപർണ, ഞങ്ങൾ 3 പേരുമായിരുന്നു ഒരു ഗ്യാങ്. ഇവർ വന്നാണ് എനിക്ക് വളകാപ്പ് ചടങ്ങൊക്കെ സർപ്രൈസ് ആയിട്ടൊക്കെ എനിക്ക് തന്നത്. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ വലിയൊരു സന്തോഷമായിരുന്നു ആ ഒരു കാര്യം. കല്യാണി ഇപ്പോൾ ഇവിടെ ഇല്ല, UK-യിലാണ്. സോ അവളുടെ അച്ഛനെയും അമ്മേനെയും അനിയനെയും അമ്മാമ്മേനെയൊക്കെ കാണാൻ വേണ്ടിയാണ് വന്നത്. ഞാനിവിടെ ആയിരുന്ന സമയത്ത്, പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. വീക്കെൻഡ്സിൽ ഞാൻ അപർണയുടെയും കല്യാണിയുടെയും വീട്ടിൽ മാറി മാറി നിൽക്കുമായിരുന്നു. ഇവിടെ ട്രെയിൻ ഇഷ്ടംപോലെ പോയിക്കൊണ്ടിരിക്കും 5 മിനിറ്റ് എന്താ പേരെന്താണ് മോന്റെ? പേര് പറ. മോളുടെ പേര് പറഞ്ഞു കൊടുത്തേ. നാരായണി. ചായ കുടിക്കില്ല. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടുന്ന് പതിയെ ഇറങ്ങി. ഇനി നമ്മൾ ഗുരുവായൂരിലോട്ട് പോവാണ്. ഒരുപാട് ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയില്ല, കാരണം നമുക്ക് അത്ര സമയമില്ലായിരുന്നു. ഒരു റഷായിരുന്നു ഭയങ്കര. അപ്പോൾ ഇനി ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ടൈം കാണണം എല്ലാവരെയും. അപ്പോൾ ഓക്കെ, ബൈ. ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.